ഹായ്, ഗുഡ് ഈവനിംഗ്, നമസ്കാരം, സ്വാഗതം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും. ജനകീയ വാർത്താ മണിക്കൂറായ പൊതുജനം കഴുതയല്ല സർ. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ, അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ, അതിനുവേണ്ടിയുള്ള വാർത്താ മണിക്കൂറാണ്. നിങ്ങൾക്കറിയാമല്ലോ, പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. നമുക്ക് ചുറ്റും നടക്കുന്ന അനീതി കാണുമ്പോൾ, നിയമലംഘനങ്ങൾ കാണുമ്പോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അധികാരികളുടെ കണ്ണ് പതിഞ്ഞ് ശ്രദ്ധ വീണ് ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് തോന്നുമ്പോൾ, അത് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശയും പ്രതിഷേധവും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. അത്തരം സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമ്പോൾ അതിന് ജനശ്രദ്ധ കിട്ടുന്നു എന്നത് മാത്രമല്ല, അധികാരികൾ ആ വിഷയങ്ങളിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നതുകൂടിയാണ് ആ വാർത്ത ഫലം കാണുന്നതിലൂടെ സംഭവിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയുള്ള ഒരു വേദിയാണ് പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി എന്ന് ഒരിക്കൽ കൂടി പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാം, ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ വിളിക്കാം. 04842830 0484283050. പ്രേക്ഷകർ നിങ്ങൾ തരുന്ന വാർത്തകൾ, നിങ്ങൾ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ, ഇതൊക്കെ ഞങ്ങൾക്ക് വാട്സാപ്പ് വഴി നിങ്ങൾക്ക് സന്ദേശങ്ങളായി അയക്കാവുന്നതാണ്. അതിൻ്റെ നമ്പറാണ് 6235968937 6235968937. നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ, അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. തിരുവനന്തപുരത്ത് നമുക്കിപ്പോൾ വരുന്ന വാർത്തകളിലേക്ക് കൂടി പോകാം. തിരുവനന്തപുരത്ത് NSS ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയ കുട്ടിയെ CPM ജില്ലാ സമ്മേളനത്തിന് കൊണ്ടുപോയി എന്ന ഒരു പരാതിയുമായി പിതാവ് വരുന്നു. പേരൂർക്കട PSNM സ്കൂളിൽ നിന്നാണ് കുട്ടിയെ പാർട്ടി പ്രവർത്തകർ ജില്ലാ സമ്മേളനത്തിൽ എത്തിച്ചത്. അധ്യാപകനെതിരെ പരാതിയുമായി പിതാവ് സ്കൂളിൽ പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ ഇവിടെ NSSന്റെ ക്യാമ്പുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ 4 ദിവസമായി ഇവിടെ വന്നിട്ടുണ്ട്. 10 ദിവസത്തെ ക്യാമ്പാണ്. അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇവിടെ കൊടുത്തു. ഇപ്പോൾ 4 ദിവസമായി ഞാൻ വിട്ടിട്ട്, ഇന്ന് ഇവൻ പോയതിന് ശേഷം ഇന്ന് ഞാൻ നെടുമങ്ങാട് ഓട്ടം നിന്നപ്പോൾ ഈ വിഷ്ണു എന്നെ വിളിക്കുന്നു. വിഷ്ണു വിളിച്ചിട്ട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, അപ്പോൾ ഒന്ന് വിടുവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, അവൻ NSS ക്യാമ്പിലാണ്, അവനെ വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അത് 1 മണിക്കൂറേ ഉള്ളൂ, 1 മണിക്കൂറിനകത്ത് കൊണ്ടുവരാം, അവിടുന്ന് നമ്മൾ പെർമിഷൻ വാങ്ങിച്ചോളാം. ഞാൻ പറഞ്ഞു, വിഷ്ണു അത് പറ്റത്തില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ എന്നെ ഫോൺ ചെയ്തിട്ട് പറയുന്നു, വിഷ്ണു വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അവൻ്റെ യൂണിഫോം, മറ്റേ പരേഡിനുള്ള യൂണിഫോം ഒന്ന് വേണം, അവനെ പോലെ ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ട്, അവൻ ഇടാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ എവിടെ വെച്ചെന്നറിയാതെ അവൾ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചുറ്റിക്കൂട്ടി വെച്ചിരുന്നേനെ അവൾ ഷർട്ടിനെ തേച്ച് ഇവരെ കൊടുത്തു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, അവനെ പോലെ ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ട്, അവന്റെ സൈസിലുള്ള ഒരു പയ്യനെ കിട്ടിയിട്ടുണ്ട്. സമ്മേളനത്തിന് പോയിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നിട്ട് ഞാൻ അപ്പോൾ അത് പോയി എന്നല്ല കരുതി, എല്ലാ ദിവസവും 4 മണിക്ക് 5 മണിക്ക് ഇടയ്ക്ക് ഇവിടെ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇന്ന് 4 മണിയായപ്പോൾ അവൻ വെളിയിൽ പോയിക്കുന്നു, ഇപ്പൊ വരും. ഇവിടെ വന്ന് ചോദിച്ചപ്പോഴാണ് ഇത് പറയുന്നത്. അപ്പോൾ NSSന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ, ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയ കുട്ടിയെ CPMന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കൊണ്ടുപോയി വീട്ടുകാരറിയാതെ. ഇതാണ് ആ കുട്ടിയുടെ പിതാവ് 24-നോട് പങ്കുവച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പരാതി. അത് 24-ൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. ഷഫീദ് റാവുത്തർ, ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്ത് നിന്ന്, ഈ സംഭവത്തിന്റെ പൂർണ്ണമായ വിവരങ്ങളുമായുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഈ പിതാവ് പരാതി നൽകിയിരിക്കുകയാണോ? എന്താണ് പരാതിയിൽ പറയുന്നത്? വിചിത്രമായ ചില സംഭവങ്ങളാണ് തിരുവനന്തപുരം പേരൂർക്കട ഈ PSNM സ്കൂളിലെ NSS ക്യാമ്പിൽ നടന്നത് എന്നുള്ള കാര്യം തർക്കമില്ല. മാത്രമല്ല, അത് വരും മണിക്കൂറുകളിൽ കൂടുതൽ ചർച്ചയാവുകയും ചെയ്യും. നമുക്കറിയാം, തിരുവനന്തപുരം CPM ജില്ലാ സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമ്മേളനത്തിലേക്ക് NSS ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ കുട്ടിയെ കൊണ്ടുപോയി, അതായത് മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ആ കുട്ടിയെ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞ് ക്യാമ്പിൽ നിന്ന്, പേരൂർക്കട PSNM സ്കൂളിലായിരുന്നു ആ ക്യാമ്പ് നടന്നത്, ആ ക്യാമ്പിൽ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് നെടുമങ്ങാട് സ്വദേശി ഹരികുമാറിന്റെ പരാതി. മുല്ലശ്ശേരി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് ഈ ഹരികുമാറിന്റെ മകൻ.
ഈ NSS ക്യാമ്പിന്റെ ഭാഗമായി 10 ദിവസത്തേക്കിന് പേരൂർക്കട PSNM സ്കൂളിലേക്ക് ഈ കുട്ടിയെ വിട്ടതായിരുന്നു. ഈ ഹരികുമാർ CPM അനുഭാവി തന്നെയാണ്. മാത്രമല്ല ചില പരിപാടികൾക്കൊക്കെ നേരത്തെ ഈ തന്റെ കുട്ടിയെ ഇവർ ക്ഷണിച്ചു. അങ്ങനെ സ്കൂളില്ലാത്ത സമയത്തൊക്കെ കുട്ടിയെ വിട്ടിരുന്നു. പക്ഷേ ഇത് പഠിത്തത്തെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കുട്ടിയുടെ വിദ്യാഭ്യാസ ആവശ്യത്തിനായി മറ്റൊരു സ്കൂളിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ഈ കുട്ടിയെ കൊണ്ടുപോയി എന്നുള്ളതാണ് ഹരികുമാറിന്റെ പരാതി. മാത്രമല്ല ഇപ്പോൾ പോകുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് ഈ ഹരികുമാറിനെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്ന പേരൂർക്കടയിലെ ചില CPM നേതാക്കളെയും CPM പ്രവർത്തകരെയും കാണും. എന്നാൽ ആ അനുനയ നീക്കത്തിനൊന്നും ഹരികുമാർ മുഖം കൊടുത്തില്ല. മാത്രമല്ല NSS അധ്യാപകനെതിരെ അദ്ദേഹത്തിന്റെ പരാതിയുമുണ്ട്. ഹരികുമാർ ഇപ്പോൾ അല്പസമയം മുൻപ് പേരൂർക്കട പോലീസിന് ഇത് സംബന്ധിച്ച വിവരം അറിയിച്ച് പേരൂർക്കട പോലീസ് അല്പസമയത്തിനുള്ളിൽ ഈ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്യും. നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ഹരികുമാർ ഈ CPMന്റെ പാർട്ടി പ്രവർത്തകരുമായി തർക്കിക്കുന്നതാണ്. എന്തിനാണ് തന്റെ മകനെ തന്റെ അനുവാദമില്ലാതെ ഇത്തരം പാർട്ടി പരിപാടിക്ക് കൊണ്ടുപോയത്? തന്റെ മകനെ ഇതുവരെയും താൻ കണ്ടിട്ടില്ല. അതായത് ഈ ക്യാമ്പ് നടക്കുന്ന സമയത്തും സാധാരണഗതിയിൽ 4 മണിക്കും 6 മണിക്കും ഇടയിൽ ഹരികുമാർ പേരൂർക്കടയിലെത്തി തന്റെ മകനെ കാണാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഹരികുമാർ പറയുന്ന കാര്യം. അതേസമയം സ്കൂളിനോട് നമ്മൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ ഇത് സംബന്ധിച്ച NSS അധ്യാപകന്റെ അടക്കം വിശദീകരണം തേടണം. ശേഷം മാത്രം അക്കാര്യത്തിൽ പ്രതികരിക്കാമെന്നുള്ളതാണ് സ്കൂളിന്റെയും NSS ക്യാമ്പ് നടത്തുന്ന അധികൃതരുടെയും ഇക്കാര്യത്തിലെ ഒരു തീരുമാനം, അല്ല അവർ പറഞ്ഞൊരു കാര്യം എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയം ഇതിനകത്ത് ഈ ഇപ്പോൾ സ്വാഭാവികമാണ് ഈ ഹരികുമാറിന്റെ പരാതി, അദ്ദേഹത്തിന്റെ പരിഭ്രാന്തി, അദ്ദേഹത്തിന്റെ പ്രതിഷേധമൊക്കെ സ്വാഭാവികമാണ്. കാരണം NSS ക്യാമ്പിന് വിട്ട കുട്ടി അവരുടെ മാതാപിതാക്കളുടെ രക്ഷിതാക്കളുടെ അറിവില്ലാതെ സമ്മേളനത്തിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയിരിക്കുന്നു. സ്വാഭാവികമായും ഏത് രക്ഷിതാവിനും ഉണ്ടാകാവുന്നതേ ഹരികുമാറിനും ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ആ പ്രതിഷേധമാണ് ഹരികുമാർ കാണിക്കുന്നത്. പക്ഷേ സ്കൂൾ അധികൃതർക്ക് ഒരു വിശദീകരണം ഉണ്ടാകണമല്ലോ. NSS ക്യാമ്പിനായി PSNM സ്കൂളിലേക്ക് അയച്ച കുട്ടി എങ്ങനെയാണ് ഈ സമ്മേളനത്തിലേക്ക് കൊണ്ടുപോയത്, ആരുടെ അനുവാദത്തോടു കൂടിയാണ്? അതിന് സ്കൂൾ അധികൃതർക്ക് ഒരു മറുപടി ഉണ്ടാകണമല്ലോ. അതുണ്ടോ? നിലവിൽ ഇപ്പോൾ ഗോപികൃഷ്ണൻ അങ്ങനെ ഒരു മറുപടി അവർ നൽകുന്നില്ല. മാത്രമല്ല നമ്മൾ ഈ ഹരികുമാറിനോട് നമ്മൾ ബൈറ്റ് ചോദിക്കുകയും ബൈറ്റ് തരാൻ ഹരികുമാർ സമ്മതിക്കുകയും ചെയ്തിട്ട് നമ്മളുടെ മുൻപിൽ ബലം പ്രയോഗിച്ച് ഹരികുമാറിനെ ഈ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് കയറ്റിക്കൊണ്ടു പോവുകയായിരുന്നു ആദ്യം ഈ CPMന്റെ പ്രവർത്തകർ ചെയ്തത്. പിന്നെ നമ്മൾ അവരോട് എന്തുകൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് ചോദിച്ചപ്പോൾ അത് വാർത്തയാക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവിടെ നിന്ന ആളുകൾ. അവർ പാർട്ടി പ്രവർത്തകരാണെന്നതിൽ ഒരാൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ സ്കൂളിലെ അധ്യാപകരുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ഇപ്പോഴും ഈ പ്രശ്നം ഇവിടെ തുടരുകയാണ്. പേരൂർക്കട പോലീസ് അല്പസമയത്തിനുള്ളിൽ ഈ സ്ഥലത്തേക്ക് എത്തും. ശേഷം പോലീസിൽ പരാതി കൊടുക്കുമെന്നുള്ളതാണ് ഹരികുമാർ പറയുന്നത്. കാരണം ഇപ്പോഴും ആ കുട്ടി കോവളത്ത് നടക്കുന്ന പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല പിതാവിന്. നിയമനിർഭരമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്കൂൾ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി അത് പറയേണ്ടി വരും, കൃത്യമായ വിശദീകരണം അക്കാര്യത്തിൽ പറയേണ്ടി വരും. ആ രീതിയിൽ പ്രശ്നം തുടരുന്നു. ഏതായാലും പോലീസ് എത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ നടപടി ഒരു പക്ഷേ ഈ ഹരികുമാർ പരാതി ഔദ്യോഗികമായി രക്ഷിതാവിനെ അനുനയിപ്പിക്കാൻ ഹരികുമാറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അനുനയ ശ്രമങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം മുഖം കൊടുക്കുന്നില്ല, അതിനോട് വഴങ്ങുന്നുമില്ല. സ്വാഭാവികമാണ് കുട്ടിയെ വീട്ടുകാർ അറിയാതെ സമ്മേളനത്തിലേക്ക് കൊണ്ടുപോയതിലുള്ള രക്ഷിതാവിന്റെ പ്രതിഷേധമാണ് നമ്മൾ ഈ കണ്ടത്. അത് വളരെ സ്വാഭാവികമാണ്. ഇത് സ്കൂൾ അധികൃതർക്ക് എന്തുകൊണ്ടാണ് ഇതിനകത്തൊരു മതിയായ വിശദീകരണം നൽകാൻ കഴിയാത്തത്? ആ കാര്യം കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെയുള്ള ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. നമ്മുടെ അധ്യാപകർക്ക് ഇത് എന്ത് പറ്റി? ചിലർ കുട്ടികളെ ഉപദ്രവിക്കുന്നു, ചിലർ പാർട്ടി പരിപാടിക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ ജോഷ്വിൻ ജോസഫ് എന്ന പ്രേക്ഷകൻ ഇതിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി പോകാനുള്ളത്. കൊച്ചിക്ക് സമീപം മരടിൽ ഫ്ളാറ്റുകൾ തകർക്കുന്ന ദൃശ്യം നമ്മളെല്ലാവരും കണ്ടിട്ട് ഇന്ന് 5 വർഷം തികയുകയാണ്. 4 കൂറ്റൻ ഫ്ളാറ്റുകൾ നിലം പൊത്തിയ മരടിൽ വീണ്ടും ഫ്ളാറ്റുകൾ ഉയരാനുള്ള സാധ്യതയുണ്ടോ? ഈ ചോദ്യം ഇപ്പോൾ വളരെ പ്രസക്തമാണ്. കാരണം നിയന്ത്രണങ്ങളോടെ നിർമ്മാണമാകാം എന്നാണ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി മരടിൽ സന്ദർശനം നടത്തുകയും ചെയ്തു. 2020 ജനുവരി 11-12 തീയതികളിലായി 4 കൂറ്റൻ ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് നിലം പരിശാക്കിയത്. കുണ്ടന്നൂരിലെ ഹോളി ഫെയ്ത്ത് H2O, കണ്ണടിക്കാവ് ഗോൾഡൻ കായലോരം, നെട്ടൂർ ജെയിൻ കോറൽ കേവ്, നെട്ടൂർ ആൽഫ സർൺ എന്നീ ബഹുനില മന്ദിരങ്ങളാണ് നിമിഷങ്ങൾ കൊണ്ട് മൺകൂനയായത്. തീരപരിപാലന നിയമം ലംഘിച്ചെന്നായിരുന്നു കുറ്റം. ജസ്റ്റിസ് അരുൺ മിശ്രയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഫ്ളാറ്റുകൾ പൊളിച്ചത്. ഫ്ളാറ്റ് പൊളിക്കൽ വൈകുന്നത് ചൂണ്ടിക്കാണിച്ചത് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടും സർക്കാർ നടപടികൾ വേഗത്തിലായില്ല എന്ന വിമർശനവും ഉണ്ടായി. പിന്നാലെ കോടതിയലക്ഷ്യ ഹർജിയിലേക്ക് കടന്നപ്പോഴാണ് പൊളിക്കാൻ തിരക്കിട്ട നീക്കവുമായി സർക്കാർ എത്തിയത്. സുപ്രീം കോടതിയുടെ തീരുമാനം കൃത്യമായി നടപ്പിലാക്കി. ഫ്ളാറ്റ് പൊളിക്കലിന് പിന്നാലെ മരടിനൊരു ചീത്തപ്പേരും ലഭിച്ചു. ആകർഷകമായ വാണിജ്യ വ്യവസായ പദ്ധതികൾ ഇവിടെ പിന്നീട് ഉണ്ടായില്ല എന്നതാണ് കണക്കുകൾ വ്യക്തമാകുന്നത്. മരടിനെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്നുള്ള പുതിയ നിക്ഷേപകർ വരാൻ മടിക്കുകയാണ്.
കാരണം മരടെന്ന് കേൾക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഫ്ലാറ്റ് വാങ്ങി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് മരടെന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന രീതിയാണ്. പക്ഷേ അത് ഉണ്ടായതെന്ന് പറയുന്ന സർക്കാരിൻ്റെ തന്നെ കഴിവുകേടാണ്. ഫ്ളാറ്റ് പൊളിച്ചപ്പോൾ ചർച്ചയായതും പരിഗണിച്ചതും ഉടമകളുടെയും നിർമ്മാതാക്കളുടെയും വേവലാതികൾ മാത്രമായിരുന്നു. അവശിഷ്ട നിർമ്മാർജ്ജനം വരെ ചർച്ചയായപ്പോൾ അവഗണിച്ചത് ഒരു തെറ്റും ചെയ്യാതെ ദുരിതമനുഭവിക്കേണ്ടി വന്ന പരിസരവാസികളുടെ കാര്യം. ഫ്ളാറ്റ് പൊളിച്ചത് 350 പ്രദേശവാസികളെയാണ് ദോഷകരമായി ബാധിച്ചത്. നഷ്ടപരിഹാരത്തിനായി ഇവർ നടത്തിയ സമരങ്ങൾ അധികൃതർ കണ്ടില്ലെന്ന് നടിച്ചു. നഷ്ടപരിഹാരത്തിനുള്ള നടപടികൾ ഇപ്പോഴും ഫയലിൽ തന്നെ. പൊളിച്ച 2 ഫ്ളാറ്റുകളുടെ ഭൂമി തിരികെ നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഗോൾഡൻ കായലോരം, ആൽഫ സർ എന്നിവർക്കാണ് ഭൂമി മടക്കി നൽകാൻ തീരുമാനിച്ചത്. 2019 പുതുക്കിയ തീരദേശ പരിപാലന നിയമം പുറത്തുവന്നു. പുതുക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഫ്ളാറ്റ് നിന്ന സ്ഥലങ്ങളിൽ നിയന്ത്രണത്തോടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം. ഇതിന്റെ പേരിൽ സർക്കാർ സുപ്രീം കോടതിയിൽ കത്ത് സമർപ്പിക്കുന്നു. സുപ്രീം കോടതി അമിക്കസ് ക്യൂരിയെ നിയമിക്കുന്നു. അമിക്കസ് ക്യൂരി ഗൗതം അഗർവാളിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മരട് നഗരസഭ അധികൃതരുമായി ചർച്ച നടത്തുകയും സ്ഥലം സന്ദർശിച്ച് കൃത്യമായ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊളിച്ചടുക്കിയ ഭൂമിയിൽ ഇനിയും നിർമ്മാണം നടത്താനാവുമോ എന്നാണ് സുപ്രീം കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറി പരിശോധിക്കുന്നത്. മരടിലെത്തിയ അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ നഗരസഭാ അധികൃതരുമായി ചർച്ച നടത്തി. റിപ്പോർട്ട് അനുകൂലമായാൽ ഇവിടങ്ങളിൽ വീണ്ടും ബഹുനില മന്ദിരങ്ങൾ ഉയരും. 2019 തീരപരിപാലന നിയമപ്രകാരം മരട് നഗരസഭ കാറ്റഗറി 2-ലാണ്. ഇവിടെ നിയന്ത്രണങ്ങളോടെ നിർമ്മാണമാകാമെന്നാണ് സംസ്ഥാന സർക്കാർ നിലപാട്. ക്രിസ്തുമസ് അവധിക്ക് ശേഷം സുപ്രീം കോടതിയിൽ അമിക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിക്കും. ഫ്ളാറ്റ് വീണ്ടും നിർമ്മിക്കാനുള്ള നഗരസഭാ നിലപാടിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രദേശവാസികൾ. പൊളിച്ച സ്ഥലത്ത് തന്നെ നിർമ്മിക്കാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ പൊളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. നേരത്തെ താമസിച്ചിരുന്നവരെ എല്ലാവരെയും പൊട്ടന്മാരാക്കുന്ന രീതിയാണല്ലോ. അത് ഒരു ശരിയായ നടപടിയല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഫ്ലാറ്റുകൾ വരുന്നത് നല്ലതാണ്, ഞങ്ങളുടെ ബിസിനസ്സിന് നല്ലതാണ്. ഒരു കാലഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ അധികാരികൾ പെർമിഷൻ കൊടുത്തതല്ലേ, അപ്പോൾ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ എന്താ റീതിങ്കിങ് നടത്തുകയാണ്. അപ്പോൾ ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ റൂള് വയലേറ്റ് ചെയ്തൊക്കെ പോവുകയാണ്. അമിക്കസ് ക്യൂറി റിപ്പോർട്ട് അംഗീകരിച്ച് സുപ്രീം കോടതിയിൽ അനുകൂലമായ വിധി വന്നാൽ ഫ്ളാറ്റുകൾ തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് നഗരസഭയുടെ നിലപാട്. എന്നിരുന്നാലും ഫ്ളാറ്റുകൾ പൊളിച്ച് 5 വർഷം പിന്നിടുമ്പോൾ നഷ്ടപരിഹാരം പോലും ലഭിക്കാത്ത 350 കുടുംബങ്ങൾ ഇവിടെയുണ്ട് എന്നത് എടുത്തു കാണേണ്ട കാര്യമാണ്. ക്യാമറാമാൻ മാഹിൻ ജാഫറിനൊപ്പം YS അഭിനന്ദ്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. മരടിലെ അമ്പരചുംബികളായ ഫ്ളാറ്റ് സമുച്ചയം നിമിഷാർദ്ധം കൊണ്ട് പൊടിപടലമായി മാറിയത് നമ്മളെല്ലാം കണ്ടതാണ്. ആ കാഴ്ചയിൽ ചിലർ ആശ്വസിച്ചത് ഇത് തീരദേശ പരിപാലന നിയമമൊക്കെ ലംഘിക്കപ്പെട്ടുണ്ടായതാണല്ലോ, ഇതൊരു മാതൃകാപരമായ നടപടിയായിരിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോഴവിടെ വീണ്ടും നിയന്ത്രണങ്ങളോടുകൂടി നിർമ്മാണങ്ങളാകാം, വീണ്ടും അതേ പൊടിപടലങ്ങളിൽ വീണ്ടും ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ഉയരാൻ പോകുന്നു എന്നതാണ് സാഹചര്യമെങ്കിൽ പൊളിഞ്ഞുപോയ ഫ്ളാറ്റുകളിൽ തകർന്നടിഞ്ഞുപോയ സ്വപ്നങ്ങളുമായി ഇതുവരെയും നഷ്ടപരിഹാരം കിട്ടാതിരിക്കുന്ന കുടുംബങ്ങളോട് എന്തു മറുപടിയാണ് നമുക്ക് പറയാനുള്ളത്? എന്തുകൊണ്ടാണ് ഇവർക്ക് ഒരു ഫൈൻ ഈടാക്കി ഇവരിൽ നിന്ന് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടാതെ പോയത്? നിയമങ്ങളൊക്കെ തന്നെ ഒരു കൂട്ടർക്കും മറ്റുള്ളവർക്ക് അതൊന്നും ബാധകമല്ല എന്ന സ്ഥിതി നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നുണ്ടോ? പൊതുജനം കഴുതയല്ല സാർ തുടരുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം, മറ്റു വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കാം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരും. നമ്മൾ തുടരുകയാണ് പൊതുജനം കഴുതയല്ല സാർ. മരടിലെ ഫ്ളാറ്റ് സമുച്ചയം തവിട് പൊടിയായ ഇടത്ത് നിയന്ത്രിതമായ നിർമ്മാണ പ്രവർത്തനങ്ങളാകാമെന്നൊക്കെ നിലയിലേക്കുള്ള ചർച്ചകൾ വരികയാണ്, അതിനൊക്കെയുള്ള സാധ്യതകൾ തെളിയുകയാണ്. അപ്പോഴും ഫ്ളാറ്റുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാര തുക നൽകാതിരിക്കുന്നതിന് ഒരു ന്യായവും നമുക്ക് പറയാനില്ല. പലരുടെയും പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അർഹരായവർക്കൊന്നും ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, കോടികളുടെ കെട്ടിടം പൊളിച്ചു കളയുന്നു, അത് കാണുമ്പോൾ എന്ത് വിഷമം തോന്നുന്നു. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അവിടെ വേറെ പണിയാനാണെങ്കിൽ എന്തിനാണ് ഈ പൊളിച്ചതെന്ന് ആശാ വി ചോദിക്കുന്നു. അബ്ദുള്ള എ.കെ ചോദിക്കുന്നു, ഓയൂർ ആ ഫ്ളാറ്റുകൾ തകരുന്നത് കണ്ടപ്പോൾ ശരിക്കും കരഞ്ഞുപോയി. സത്യം, എൻ്റെ മകൾ ചോദിച്ചു, ഉപ്പ എന്തിനാണ് കരയുന്നത്? അത്രയും ഹൃദയഭേദകമായിരുന്നു ആ കാഴ്ച എന്നാണ് അബ്ദുള്ള പറയുന്നത്. അതേപോലെ സാജു കെ ഡാനിയൽ പറയുന്നു, ഇത് മറ്റൊരു വിഷയത്തിലാണ് സാജുവിൻ്റെ പ്രതികരണം. മിക്ക സർക്കാർ അധ്യാപകരുടെയും ഉദ്യോഗസ്ഥരുടെയും മക്കൾ CBSE-യിലാണ് പഠിക്കുന്നത്. അത്തരം സ്കൂളുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ടാണ് സാധാരണക്കാരുടെ മക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അതായത് CPM-ന്റെ സമ്മേളനത്തിലേക്ക് വിദ്യാർത്ഥിയെ കൊണ്ടുപോയി, NSS ക്യാമ്പിലെത്തിയ വിദ്യാർത്ഥിയെ കൊണ്ടുപോയ വിഷയത്തിലുള്ള സാജുവിൻ്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കോഴിക്കോട് DMO ഓഫീസിൽ ഒരേ സമയം 2 DMO-മാർ. സ്ഥലം മാറിയെത്തിയ ഡോക്ടർ ആശാദേവിക്ക് കസേര ഒഴിഞ്ഞുകൊടുക്കാതെ നിലവിലെ DMO. സ്ഥലം മാറ്റത്തിനെതിരെ നിലവിലെ DMO രാജേന്ദ്രൻ സ്റ്റേ വാങ്ങിയിരുന്നു. സമീർ C. മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുള്ള. സമീർ, ഇതൊരു സിനിമയിലെ രംഗത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരു DMO എത്തുന്നു, പക്ഷേ മറ്റേ DMO അവിടെ നിന്ന് പോകുന്നില്ല, സ്റ്റേ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത്?
തീർച്ചയായും ഗോപി സൂചിപ്പിച്ചതുപോലെ അയാൾ കഥ എഴുതുകയാണ് എന്നുള്ള സിനിമയിലെ അതേ രംഗങ്ങൾക്കാണ് ഇന്ന് കോഴിക്കോട് DMO ഓഫീസ് സാക്ഷ്യം വഹിച്ചത്. 2 DMOമാരാണ് ഒരേ സമയം കസേരയ്ക്ക് വേണ്ടിക്കൊണ്ട് പിടിവലി കൂടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഈ മാസം 9-നാണ് ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ, അതായത് സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ പുറപ്പെടുവിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലെ DMO ആയിട്ടുള്ള ഡോക്ടർ N രാജേന്ദ്രന് ഇവിടുന്ന് സ്ഥലമാറ്റം ഉണ്ടായി. എന്നാൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ചില സ്റ്റേകൾ വാങ്ങി എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ എറണാകുളം DMO ആയിട്ടുള്ള ഡോക്ടർ ആശാദേവിയാണ് ഇങ്ങോട്ട് സ്ഥലം മാറിയെത്തിയത്. അവരും ഇന്ന് DMO ഓഫീസിലെത്തി. ഒരേ സമയം ഈ ക്യാബിനിൽ 2 പേരും മുഖാമുഖം നോക്കി ഏറെ നേരം ഇരുന്നതല്ലാതെ ഡോക്ടർ N രാജേന്ദ്രൻ ആശാദേവിക്ക് മാറിക്കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുമായി ബന്ധപ്പെട്ട് ചില വാഗ്വാദങ്ങളും ഉണ്ടായി. ആ വേളയിൽ അദ്ദേഹം പറയുന്നത് തനിക്ക് അനുകൂലമായിട്ടുള്ള വിധിയുണ്ട്. നേരത്തെയുള്ള സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് താൻ കോടതിയെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഉത്തരവിന് സ്റ്റേ ഉള്ള സാഹചര്യത്തിൽ താൻ തന്നെയാണ് DMO, അതുകൊണ്ട് താൻ മാറി നൽകില്ല എന്നുള്ള നിലപാടുമായി ഡോക്ടർ N രാജേന്ദ്രൻ മുന്നോട്ട് പോകുന്നു. അതേസമയം ആ ഉത്തരവിനെ താൻ മറികടന്നിട്ടുണ്ട് എന്നും അതിനാൽ തന്നെ താനാണ് ഇപ്പോൾ DMO, തനിക്ക് ഈ സീറ്റ് മാറി നൽകണം, ഈ ക്യാബിനും തനിക്ക് ലഭ്യമാക്കണം എന്നുള്ള ആവശ്യമായി ഡോക്ടർ ആശാദേവിയും ഇതുമായി ബന്ധപ്പെട്ട് ഏറെ നേരം ചർച്ച നടത്തി. പക്ഷേ ചർച്ചകളൊന്നും തന്നെ ഫലം കണ്ടില്ല. ഇരുവരും ഏറെ നേരത്തെ വാഗ്വാദങ്ങൾക്കൊടുവിൽ 2 ഡോക്ടർമാരും പുറത്തേക്കിറങ്ങി. ഇപ്പോൾ 2 പേരും ഇവിടെ നിന്ന് പോയിട്ടുമുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അസ്വസ്ഥത നിലനിൽക്കുന്നുണ്ട്. ഈ അസ്വാരസ്യം പരിഹരിക്കുന്നതിന് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകും, ഇടപെടൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ N രാജേന്ദ്രനും ഡോക്ടർ ആശാദേവിയും തമ്മിൽ മുഖാമുഖം ഇത്തരത്തിലുള്ള കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഏറെ നേരം കളക്ടറേറ്റിലുള്ള ഈ DMO ഓഫീസിൽ ചർച്ചയൊക്കെ നടന്നിരുന്നു. എന്തായാലും അനിശ്ചിതത്വം തുടരുകയാണ്. സമീർ സി മുഹമ്മദ്, അനിശ്ചിതത്വം തുടരുകയാണ്. വകുപ്പ് ഇടപെടുമെന്ന് നമുക്ക് കരുതാം, ആരോഗ്യവകുപ്പ് ഇടപെടുമെന്ന് നമുക്ക് കരുതാം. 2 DMOമാർ ഒരു കസേര എന്ന സാഹചര്യമാണ്. എല്ലാവരും എഴുതിയിരിക്കുന്നത് അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയാണല്ലോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പലരുടെയും പ്രതികരണം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന ചോദ്യമുണ്ട്. റീന സതീശൻ പറഞ്ഞത് ഇതെന്താ അയാൾ കഥ എഴുതുകയാണെന്ന സിനിമ എന്തൊക്കെ കാണണം നമ്മൾ. മിനി ബാബു ഇത് തന്നെ പറഞ്ഞിരിക്കുന്നു. അതിനിടയിൽ രവികുമാറിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. നമ്മുടെ സർക്കാരിന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മരടിൽ ഈ പ്രഹസനം കാണിക്കുമായിരുന്നു, കഷ്ടം എന്ന് രവികുമാർ വിലപിക്കുന്നുണ്ട് മരടിലെ സംഭവ വികാസങ്ങൾ ഓർത്ത്. നമുക്കൊരു ചെറിയ ഇടവേള കൂടി എടുക്കാം. നമുക്ക് വീണ്ടും നാട്ടിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അതിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയും ചെയ്യാം. പൊതുജനം കഴുതയല്ല സാർ തുടരും ഇടവേളയ്ക്ക് ശേഷം. നമുക്ക് ഇനി പോകാനുള്ളത് തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരത്ത് CPMന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. നയം UDF ഗവൺമെന്റ് നടപ്പാക്കിയ നയം ഇതേ നയമാണ്. IF ഗവൺമെന്റിന്റെ ആദ്യഘട്ടം കേന്ദ്രത്തിലെ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ്, രണ്ടാമത്തെ ഘട്ടം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. ഈ 2 കൂട്ടരും നടപ്പാക്കിയത് ഒരേ നയം, ഈ പറഞ്ഞ നവോദാരവൽക്കരണ നയം. അതേ നയം ഒരു വ്യത്യാസവുമില്ലാതെ ഇവിടുത്തെ UDF ഗവൺമെന്റ് നടപ്പാക്കി. കേരളത്തിന് വലിയ കെടുതികൾ സമ്മാനിച്ചു. ഇതല്ലേ നമ്മുടെ അനുഭവം? ഇപ്പോ കോൺഗ്രസിന് നേതൃത്വമുള്ള കുറച്ച് ഗവൺമെന്റുകളെങ്കിലും ഉണ്ടല്ലോ വിവിധ സംസ്ഥാനങ്ങളിൽ. ഇതേ നയമല്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നത്? എവിടെയെങ്കിലും ഈ നയത്തിൽ നിന്ന് വ്യത്യാസമുണ്ടോ? ഇപ്പൊ നമ്മള് കേരളത്തിൽ LDF ഭരണത്തിലിരിക്കുന്നു. രാജ്യത്തെ ഇടതുപക്ഷം നേതൃത്വം വഹിക്കുന്ന ഏക സംസ്ഥാനം. എന്താണ് വ്യത്യാസം? വ്യത്യാസം പ്രകടമാണല്ലോ. ഇപ്പൊ ദരിദ്ര വിഭാഗത്തിന്റെ കാര്യം തന്നെ എടുക്കാം. നമ്മുടെ സംസ്ഥാനത്ത് പരമദരിദ്ര വിഭാഗത്തിൽ എത്രയാണ് ആളുകൾ എന്നത് കൃത്യമായി കണക്കാക്കിയിട്ടുണ്ടല്ലോ. 3 വർഷം മുൻപ് ആ കണക്കെടുത്തു. 3 വർഷമല്ല 2 വർഷം മുൻപ് ആ കണക്കെടുത്തു. ആ കണക്കില് 64,006 കുടുംബം. അവിടെ കിടക്കട്ടെ എന്നല്ല വെച്ചത്. CPIM-നും LDF-നും കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അത് നവോദാരവൽക്കരണ നയത്തിൻ്റെതല്ല. ഈ പാവപ്പെട്ടവരെ എങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയും, അതാണ് ആലോചിച്ചത്. അതിന്റെ ഭാഗമായി
കൃത്യമായി തീരുമാനിച്ചു, ഈ കുടുംബങ്ങളെ ആകെ പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. 3 വർഷം കൊണ്ട് കേരളത്തിലെ പരമദരിദ്രാവസ്ഥയിലുള്ള എല്ലാ കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം. കടലാസിലല്ല, പ്രയോഗത്തിൽ. അതിനാവശ്യമായ വിശദമായ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുന്നു. അതിന്റെ ഭാഗമായുള്ള ഇടപെടലുകൾ നടത്തുന്നു. നമ്മളിപ്പോൾ കണ്ടത് തിരുവനന്തപുരത്ത് CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതാണ്. സംഘപരിവാർ സംഘടനയ്ക്കെതിരെയും അവരുടെ രാഷ്ട്രീയ പ്രചാരണത്തിനെതിരെയും നിലപാടുകൾക്കെതിരെയും ഒക്കെ അതിശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സംഘപരിവാർ ശക്തികളുമായി സമരസപ്പെട്ടു പോകുന്നു, അവരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് CPM കടക്കുന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ നേരിടുന്നതിനിടെയാണ് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനത്തിൽ അതിശക്തമായ ഭാഷയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. മതേതര കേരളത്തിന് അപമാനകരമായ ഒരു നീക്കം കഴിഞ്ഞ ദിവസം പാലക്കാട് ചിറ്റൂരിൽ ഉണ്ടായത് നമ്മൾ കണ്ടു. നിങ്ങൾ ഓർക്കുന്നുമുണ്ടാകും. സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞ VHP പ്രവർത്തകർക്ക് മറുപടിയായി ഇന്ന് യുവജന സംഘടനകൾ നല്ലേപ്പള്ളിയിൽ സൗഹൃദ കാരൽ സംഘടിപ്പിച്ചെങ്കിലും തൊട്ടടുത്ത തത്തമംഗലത്തും സ്കൂളിലെ പുൽക്കൂട് തകർക്കപ്പെട്ട സംഭവമുണ്ടായി. സംഭവത്തെ ഗൗരവത്തിൽ കാണുന്നുവെന്നും പ്രത്യേക അന്വേഷണ സംഘം കേസ് ഒന്നിച്ചന്വേഷിക്കും എന്നുമാണ് മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞത്. നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്നോർക്കണം. നല്ലേപ്പള്ളിയിലെയും തത്തമംഗലത്തെയും സംഭവങ്ങൾ കേരളം ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ടതാണ്. ആർക്കാണ് കുട്ടികളുടെ ആഘോഷങ്ങൾ തകർക്കാൻ അതിനോട് ഇത്ര വലിയ അസഹിഷ്ണുതയെന്ന് ഗൗരവത്തിൽ ഉയരേണ്ട ചോദ്യമാണ്. തത്തമംഗലം GBUP സ്കൂളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച കുട്ടികൾ സ്ഥാപിച്ച പുൽക്കൂടാണ് അജ്ഞാതർ തകർത്തത്. ജനലിനുള്ളിലൂടെ വലിയ കമ്പുപയോഗിച്ച് ഏറെ പ്രയാസപ്പെട്ടാണ് അജ്ഞാതർ അവരുടെ അസഹിഷ്ണുത തീർത്തത്. ജില്ലാ പോലീസ് മേധാവിയും ഡോഗ് സ്ക്വാഡും സംഭവസ്ഥലത്തെത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു. മതസാഹോദര്യം തകർക്കാനുള്ള നീക്കമെന്ന് സ്കൂൾ സന്ദർശിച്ച ശേഷം മന്ത്രി K. കൃഷ്ണൻകുട്ടി പറഞ്ഞു. നല്ലേപ്പിള്ളി തത്തമംഗലം സംഭവങ്ങൾക്ക് പിന്നിൽ ഒരേ സംഘമായിരിക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. പ്രത്യേക സംഘത്തിനെ അന്വേഷിക്കും. രണ്ടും കൂടി തന്നെ അവർ പ്രത്യേക സംഘത്തിനെ വെച്ച് ഈ പ്രശ്നത്തിന് അന്വേഷിക്കും. ഞാൻ SP ആയിട്ട് സംസാരിച്ചു. മാധ്യമങ്ങളുമായി സംസാരിക്കുന്നതിനിടയിൽ തന്നെ മുഖ്യമന്ത്രി K. കൃഷ്ണൻകുട്ടിയെ വിളിച്ച് സ്കൂളിലെ സാഹചര്യം അന്വേഷിച്ചു. ഹലോ, ഞാൻ വിളിച്ചത് ഞാൻ ഈ ചിറ്റൂരിൽ 2 സ്ഥലത്ത് ഈ പുലിക്കൂടുകൾ നമ്മുടെ ക്രിസ്മസ് ഒരു ആഘോഷത്തിനൊക്കെ തകർത്തിട്ടുണ്ട്. മിനിഞ്ഞാന്നൊന്ന് തകർത്തു, ഇന്നലെയൊന്ന് തകർത്തു. CM ആയിട്ട് സംസാരിച്ചതാണ്. സ്കൂളിൽ പോലീസ് എത്തി പരിശോധന നടത്തി. സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ്. അന്വേഷണ പോലീസ് സയന്റിഫിക് ഉദ്യോഗസ്ഥന്മാരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് വന്ന് പരിശോധന നടത്തി സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ചിറ്റൂർ സിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്പെഷ്യൽ സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് കേസ് അന്വേഷണം. ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ പോസിബിലിറ്റീസ് ഞങ്ങൾ പരിശോധിച്ചിട്ട് നല്ല അന്വേഷണ കേസ് നടത്തും. വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ മുടക്കിയ ക്രിസ്മസ് ആഘോഷത്തിന് പിന്നാലെ നല്ലേപ്പള്ളിയിൽ ആഘോഷങ്ങളുടെ പെരുമഴയാണ്. DYFI സൗഹൃദ കാരൽ സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച് മാട്ടുമന്ത ജംഗ്ഷനിൽ സമാപിച്ചു. വഴിനീളെ മധുരം വിളമ്പി യൂത്ത് കോൺഗ്രസും സൗഹൃദ കാരൽ സംഘടിപ്പിച്ചു. സ്കൂളിനകത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ തീരുമാനിച്ച വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് വർഗീയതയുടെ വിഷവിത്തുക്കളുമായി കടന്നു ചെന്ന VHP ഇവിടെ ക്രിസ്മസ് നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും DYFI പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല. അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന വർഗീയത്തിൻ്റെ വിത്ത് കേരളത്തിൽ വില പോകില്ല എന്നവർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സംഭവത്തിന് പിന്നിൽ BJP നേതൃത്വമെന്ന ആരോപണം ഉന്നയിച്ച സന്ദീപ് വാര്യർ സാമുദായിക സൗഹാർദ്ദം തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് തുറന്നടിച്ചു. BJPയുടെ ഭാരവാഹികളായിരുന്ന BJPയുടെ സജീവ പ്രവർത്തകരായ ആളുകൾ തന്നെയാണ് ഈ അക്രമത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇത് കേരളത്തിൽ നിലനിൽക്കുന്ന സാമുദായിക സൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെയോ സംഘപരിവാറിന്റെയോ ഉത്തരവാദിത്തപ്പെട്ട ആരും പാലക്കാട് കാരൽ തടയാനുണ്ടായിട്ടില്ലെന്നും സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്നും K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ക്രിസ്മസ് കാരൽ തടഞ്ഞ സംഭവത്തെ തള്ളി V. മുരളീധരനും രംഗത്തെത്തി. BJPക്കാർ ആരും ഇങ്ങനെ ചെയ്യുമെന്ന് കരുതുന്നില്ലെന്നും പ്രധാനമന്ത്രി പോലും ഇന്ന് CBCIയുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെന്നും V. മുരളീധരൻ. BJP വർഗീയ നിലപാടെടുക്കുന്നതിന്റെ ദുരന്തം ക്രിസ്തീയ സഭ മനസ്സിലാക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു.
എന്നാൽ ആഘോഷം തടഞ്ഞ VHP പ്രവർത്തകരെ ഇതുവരെ ജില്ലാ BJP നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ അധ്യാപക സംഘടനയും CPIഎമ്മുകാരനായ PTA പ്രസിഡന്റും ചേർന്ന് നടത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പാണ് നല്ലേപ്പിള്ളിയിൽ നടന്നതെന്നാണ് BJP ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. സമാന സംഭവം ആലപ്പുഴ മുതുകുളത്തുമുണ്ടായി. ക്രിസ്മസ് സന്ദേശം നൽകുകയായിരുന്ന പാസ്റ്റർമാരെ RSS നേതാവ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. RSS നിലപാടിൽ പ്രതിഷേധിച്ച് DYFI മുതുകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെട്ടത്തുമുക്ക് ജംഗ്ഷനിൽ പ്രതിഷേധ സംഗമവും കാരളും സംഘടിപ്പിച്ചു. ക്രിസ്തുമസ് ആഘോഷം വിലക്കിയ VHP പ്രവർത്തകരെ BJPയുടെ സംസ്ഥാന നേതൃത്വം തന്നെ ഇതിനോടകം തള്ളിപ്പറഞ്ഞിട്ടും സംരക്ഷിക്കുന്ന നിലപാടാണ് ഇതുവരെ പാലക്കാട് ജില്ലാ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. തെറ്റുപറ്റിയാൽ അത് ഏറ്റുപറയുന്നതിൽ എന്തിനാണ് ഇത്ര വിമുഖത? രാജീവ് സുദേവിനൊപ്പം തത്തമംഗലത്ത് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ഇതെന്താണ് സുഹൃത്തുക്കളെ ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ഞാൻ ചോദിക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് ജോസ്ഫിൻ ജോസഫ് പറയുന്നത് കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അതെ ജോസ്ഫിൻ, ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് ക്രിസ്മസ് ആഘോഷമാണെങ്കിലും ഓണമാണെങ്കിലും ബക്രീദ് ആണെങ്കിലും ഒക്കെ ആഘോഷം എന്ന നിലയിൽ അതൊരു മതനിരപേക്ഷ സ്വഭാവത്തിൽ, മതേതര സ്വഭാവത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു കൊണ്ടാടിയിരുന്നത്. അവിടെ നമ്മളെല്ലാം ഇണക്കി ചേർത്തിരുന്നത് മലയാളി എന്ന വികാരമാണ്. കേരളത്തിലുള്ളവർ, ഒരു ഭാഷ സംസാരിക്കുന്നവർ, ഒരു സംസ്കാരം പങ്കിടുന്നവർ, ഒരേ പൈതൃകം പങ്കിടുന്നവർ എന്നൊക്കെയുള്ള നല്ല മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അതിന് തുരങ്കം വയ്ക്കുന്ന, അതിൽ വിഷം കലർത്തുന്ന ആളുകൾ ആരാണെങ്കിലും, സംഘടനകൾ ആരാണെങ്കിലും, പ്രത്യയശാസ്ത്രം ഏതാണെങ്കിലും അതിനെ തള്ളിക്കളഞ്ഞിട്ടുള്ള ചരിത്രമാണ് കേരളത്തിനുള്ളത്. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാകട്ടെ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. വ്യക്തിപരം ആയി തന്നെ നമുക്കിതിനെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ്. അതിന് മുന്നിട്ടിറങ്ങാനുള്ള ഉത്തരവാദിത്വം ഉത്തമരായ പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കൊരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ട സമയമായി. അടിക്കേണ്ട ഇടവേളകൾ വരുന്നുണ്ട്. ക്രിസ്മസ് കാലമാണ്, കൂടുതൽ പരസ്യങ്ങളുണ്ട്. ചെറിയൊരു ഇടവേളയിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു. തിരികെ വരാം വൈകാതെ. നമ്മൾ കേരളത്തിലെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ അങ്ങ് ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CBCIയുടെ ക്ഷണം സ്വീകരിച്ച് പ്രധാനമന്ത്രി ഗോൾഡഖാന സേക്രഡ് ഹാർട്ട് ദേവാലയത്തിലെത്തി. ആഘോഷ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു. അതിലെ ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.